നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിൻസോ ആപ്ലിക്കേഷനാണ്. ഇത് സിമ്പിളായിട്ടുള്ള ഗെയിംസ് കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിലിപ്പോൾ പുതിയതായിട്ട് ഫാൻറ്റസി 2020 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് IPL ഫാൻറ്റസി ഗെയിംസ് കളിച്ചുകൊണ്ട് ദിവസവും അടിപൊളിയായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും, അതൊന്ന് പോയി കാണുക. ഇതിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന ക്യാഷൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ Paytmലേക്കും ഗൂഗിൾ പേയിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും ഒക്കെ വിഡ്രോ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് MX പ്ലെയറിലുള്ള ഒരു ഗെയിമിലെ ട്രിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ അടിപൊളിയായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. MX പ്ലെയറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് റിവ്യൂ ചെയ്തതാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇതിൽ കളിക്കാനായിട്ട്. MPLലൊക്കെ ഉള്ളതിനെക്കാട്ടും കൂടുതൽ ഗെയിംസ് ഇതിലുണ്ട് എന്നാണ് തോന്നുന്നത്. അത്രയും ഗെയിംസ് ഇതിലുണ്ട്. അപ്പം ഈ ഗെയിംസൊക്കെ കളിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് പോയിട്ട് കാണുക. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ ദയവേദി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള പുതിയ മണി ഏണിംഗ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ടുക് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓട്ടോറിക്ഷ ഗെയിമിലെ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഗെയിം നിങ്ങൾക്ക് ഹോം പേജിൽ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ടൂർണമെൻറ്റ് കാണാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഇതിലിപ്പം 50 രൂപയുടെ ഈ ടൂർണമെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഗെയിം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഗെയിം ഇതേപോലെയാണ് നമ്മൾ കളിക്കേണ്ടത്. സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. ഈ കാണുന്ന കോയിൻസൊക്കെ ഇങ്ങനെ പിടിക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോറിക്ഷ ജമ്പ് ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളിനെ ഹിറ്റ് ചെയ്താൽ ഗെയിം ഓവറാവും. ഓക്കെ, ക്യാൻസൽ അടിച്ചാൽ നമ്മുടെ സ്കോർ ഇപ്പം 131 ടോട്ടൽ സ്കോർ വന്നിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഗെയിം. ഓക്കെ, ഇനി നമുക്കിതിലെ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേ അഗൈൻ കൊടുത്തിട്ട് പുതിയൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഇതിലെ ട്രിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ പോലെ തന്നെ കളിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളിനെ ഹിറ്റ് ചെയ്യുമ്പം ഇതിനെ ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്യാൻസലിന് പകരം നിങ്ങൾ മുകളിൽ കാണുന്ന വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ആഡ് വരും. ആഡ് മുഴുവനായിട്ടും കാണരുത്, പകുതിയാകുമ്പോൾ തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് എന്നും റെസ്യൂം എന്നും കാണാൻ സാധിക്കും. റെസ്യൂം ചെയ്യരുത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, 28 സ്കോറിൽ ഇത് കണ്ടിന്യൂ ആയിട്ടുണ്ട്. നമ്മുടെ സ്കോർ എത്രയാണോ അതിൽ നിന്ന് കണ്ടിന്യൂ ആവും. കണ്ടില്ലേ, ഇത് സാധാരണ ഗെയിമിൽ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് അൺലിമിറ്റഡ് പ്രാവശ്യം ചെയ്യാൻ പറ്റും. 39 ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വാച്ച് ക്ലിക്ക് ചെയ്യുന്നു. വാച്ച് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അപ്പോൾ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, ആഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാലാണ് ഇതിന് തുടരാതിരിക്കാൻ പറ്റുക. അതായത് ഒറ്റ പ്രാവശ്യം മാത്രമേ ആഡ് കാണാൻ സാധിക്കൂ. പക്ഷേ നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ എത്ര പ്രാവശ്യമാണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, 32 റെസ്യൂമായി ഇപ്പം 67 ആയി. എന്നിട്ട് ഞാൻ വീണ്ടും ഇതേപോലെ ആഡ് കണ്ടു, സ്കിപ്പ് ചെയ്തു, 67 വീണ്ടും കണ്ടിന്യൂ ആയി. കണ്ടില്ലേ, ഈ ട്രിക്ക് ഞാൻ നോക്കിയിട്ട് ഈ ഗെയിമിൽ മാത്രമേ യൂസ് ആകുന്നുള്ളൂ. വേറെ ഗെയിമിലൊക്കെ ഒരു പ്രാവശ്യം ആഡ് കണ്ടാൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആഡ് കാണാൻ സാധിക്കില്ല, ഗെയിം ഓവറാവും. പക്ഷേ ഈ ഗെയിമിൽ എന്താണെന്നുള്ള എന്തോ ബഗ്ഗായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ട്രിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം പോയിൻ്റ് ഏൺ ചെയ്തിട്ട് മാക്സിമം ക്യാഷ് ഏൺ ചെയ്യുക. ഞാനിപ്പം 461 സ്കോർ ഏൺ ചെയ്തിട്ട് ഞാൻ ക്യാൻസൽ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റാങ്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് ഇതിലെങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യുന്നതെന്ന്. ഈ ഒരു ടൂർണമെൻറ്റിൽ ഫസ്റ്റ് അമിത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഫസ്റ്റ് റാങ്ക്, 8400 സ്കോർ. അവന് ഇപ്പം 4 രൂപയാണ് ഇതിൽ വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, വിൻ ചെയ്യാൻ ചാൻസ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ടൂർണമെൻറ്റ് കഴിയുന്നത് വരെ നിങ്ങൾ ഈ റാങ്ക് തന്നെ തുടർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ ആ ഒരു ക്യാഷ് ലഭിക്കും. അതായത് അമിത് എന്ന് പറഞ്ഞ ആൾ ഈ ടൂർണമെൻറ്റ് കഴിയുന്നത് വരെ ഫസ്റ്റ് റാങ്കിൽ തുടർന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ആ 4 രൂപ ലഭിക്കുകയുള്ളൂ. ഈ ഒരു ടൂർണമെൻറ്റ് ഇപ്പം 2 മണിക്കൂർ കൂടെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേരത് കമൻറ്റ് ചെയ്ത് പറഞ്ഞതാണ്, അവർ ഗെയിം കളിച്ചതിന് ശേഷം വാലറ്റിൽ നോക്കുമ്പോൾ ആ ക്യാഷ് വന്നിട്ടില്ല എന്ന്. അങ്ങനെ വരില്ല, ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഈ ടൂർണമെൻറ്റ് കഴിയുമ്പം നിങ്ങളുടെ റാങ്ക് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള ക്യാഷാണ് നിങ്ങളുടെ വാലറ്റിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ടൂർണമെൻറ്റിലെ റാങ്കിങ് ലിസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ അമിത് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മുമ്പ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, പക്ഷേ ഇപ്പം സെക്കൻഡ് റാങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, 4 നിന്ന് 3 രൂപയായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ തുടർന്നാൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ക്യാഷ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു റാങ്കിങ് ലിസ്റ്റ് വരുന്നത്. നമ്മുടെ സ്കോർ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഗെയിം കളിച്ചിട്ട് പിന്നെ പോയതിന് ശേഷം വാലറ്റിൽ ക്യാഷ് വരുമെന്ന് വിചാരിച്ച്
കളിച്ച് ഇരുന്നാൽ കാര്യമില്ല. ഈ ടൂർണമെൻറ്റ് കഴിയുന്നതിന് മുമ്പ് എന്തും സംഭവിച്ചേക്കാം. ഓക്കെ, ഫസ്റ്റ് റാങ്കിൽ നിങ്ങൾ ചിലപ്പം ലാസ്റ്റ് റാങ്ക് ആയേക്കാം. ഓക്കെ, ഇതാ ഈ ടൂർണമെൻറ്റിൽ 39 റാങ്ക് വരെയുള്ള ആൾക്ക് 1 രൂപ ലഭിക്കുകയുള്ളൂ. 40-ന് ശേഷം വരുന്ന ആൾക്ക് കോയിൻസ് മാത്രമേ ലഭിക്കുക. ആ കോയിൻസിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ടൂർണമെൻറ്റ് കഴിയുന്നത് വരെ മാക്സിമം സ്കോർ ഏൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ വാലറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വിൻ ചെയ്തിട്ടുള്ള ടൂർണമെൻറ്റൊക്കെ കാണാൻ സാധിക്കും. ഇത്രയും ടൂർണമെൻറ്റ് ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. ഓരോ രൂപ വെച്ചിട്ട് 5 ടൂർണമെൻറ്റ് ഞാൻ വിൻ ചെയ്തു. ആ 5 രൂപ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പേടിഎമ്മിലേക്ക് വിഡ്രോ എടുത്തിരുന്നു. അതിൻ്റെ ലൈവ് വിഡ്രോയിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു അൺലിമിറ്റഡ് ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാക്സിമം ക്യാഷ് ഏൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോടും ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.